ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളിന്ന് ഈ ഒരു സ്കേർട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മീറ്റർ നെറ്റ് ഫാബ്രിക്കും 2.5 മീറ്റർ ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത്. 6 വയസ്സുള്ള പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് വണ്ണം 21 ഇഞ്ചും ഇറക്കം 22 ഇഞ്ചുമാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച നെറ്റ് ബ്ലാക്ക് നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ഉപയോഗിച്ചിട്ടുണ്ട്. നെറ്റ് ഫാബ്രിക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ള ഇലാസ്റ്റിക് നോക്കാം. ഇലാസ്റ്റിക്കിൻ്റെ വീതി 1 ഇഞ്ചാണ്. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാം. ഓക്കെ, വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലൈനിങ് തുണിയെ 4ആയിട്ട് മടക്കിയിടുക. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. കരഭാഗം കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് വിഡ്ത്തിൻ്റെ ഇരട്ടി എടുക്കുക. അതായത് 21 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ ഇരട്ടി 42 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ടപ്പോൾ എനിക്ക് 42 ഇഞ്ച് കിട്ടുന്നില്ല, 40 ഇഞ്ച് കിട്ടുന്നുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ആ ചുരുക്കൽ കിട്ടും. ഓക്കെ, അപ്പോൾ ലൈനിങ് നന്നായിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം മേളിലൊക്കെ ഒന്ന് ലെവലാക്കി മടക്കിയിടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ലെവലാക്കി മടക്കിയിട്ടാലും ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, വരച്ച് നമുക്ക് ലെവലാക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ തുണി ലെവലിലാണെന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വീതി നോക്കാം. ഇത് 10 ഇഞ്ചാണുള്ളത്. അപ്പോൾ 4ആയിട്ട് മടക്കുമ്പോൾ 40 ഇഞ്ച് വരും. ആദ്യം തന്നെ നമുക്ക് ആ മുകളിലത്തെ പാർട്ട് ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കാം. ലെവൽ ചെയ്ത് വരച്ചില്ലെങ്കിലുള്ള കുഴപ്പം, നമ്മൾ ലെവലാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും, പക്ഷേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ നമ്മളെപ്പോഴും ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ലെവലിനനുസരിച്ച് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ചിട്ട് വേണം വേസ്റ്റ് ബാൻഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 1 ഇഞ്ചാണ് ഇലാസ്റ്റിക് വരുന്നത്. അപ്പോൾ 1 ഇഞ്ചും അതിനെ കവർ ചെയ്യാനായിട്ട് 1 ഇഞ്ചും തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 2 സൈഡിലും ഓരോ ഇഞ്ചും വെച്ച് അങ്ങനെ 4 ഇഞ്ച് ക്ലോത്താണ് എടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് ക്ലോത്ത് നമ്മൾ വേസ്റ്റ് ബാൻഡായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ സ്കെയിൽ വെച്ച് നീറ്റായിട്ട് വരച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്. നമ്മൾ ടൈം എടുത്ത് നമ്മൾ ഒരു സാധനം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ ധൃതി പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറിപ്പോയി ഇറങ്ങിപ്പോയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ടൈം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ആ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്യാം. ഇലാസ്റ്റിക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക. നല്ല ലൂസായിട്ടുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു 2.5 ഇഞ്ച് നമ്മുടെ വണ്ണത്തിൽ നിന്ന് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു ടൈറ്റ് ഉണ്ടെങ്കിൽ 2 ഇഞ്ച് കുറക്കുക. അപ്പോൾ ഞാനിവിടെ 21 ഇഞ്ചാണ് വണ്ണം ഉള്ളത്. അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് 19 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലാസ്റ്റിക്കും വേസ്റ്റ് ബാൻഡിൻ്റെ ക്ലോത്തും നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴത്തേക്കുള്ള ഭാഗം കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ 22 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് ഓൾറെഡി നമ്മളിപ്പോൾ വേസ്റ്റ് ബാൻഡിൽ പോയല്ലോ. ബാക്കി 21 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 21 ഇഞ്ച് തന്നെ കട്ട് ചെയ്യാം. നമ്മൾ മുകളിലും താഴെയും തയ്ച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് വന്നോളും. മെയിൻ ഫാബ്രിക്കിൻ്റെയൊക്കെ താഴെ വരാത്ത രീതിയിൽ നിൽക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കരഭാഗം ഒന്ന് വരച്ച് ലെവൽ ചെയ്യാം. നമുക്ക് വരുന്ന ടോട്ടൽ ലെങ്ത് 22 ഇഞ്ചാണ്. അതിൽ നമുക്ക് 17 ഇഞ്ച് മുകളിലത്തെ പാർട്ടും ബാക്കി 5 ഇഞ്ച് ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി താഴത്തേക്കുള്ള ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കുക. അതിന് 17 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 18 ഇഞ്ചാണ് നമ്മൾ മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിലും തയ്യൽ തുമ്പ് വേണം, താഴെയും തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അങ്ങനെ 18 ഇഞ്ച് എടുക്കുക. അതിനുശേഷം ബാലൻസ് വരുന്ന ക്ലോത്തിൽ 5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 5.5 ഇഞ്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു സെറ്റ് കട്ട് ചെയ്തെടുക്കുക. വീണ്ടും ബാക്കി വരുന്ന ക്ലോത്തുകളെല്ലാം ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുക. ഫ്രില്ല് നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കുറച്ച് ടൈം എടുക്കണം, കാരണം പെട്ടെന്ന് ധൃതിക്കൊന്നും ഇതൊന്നും ചെയ്യരുത്. നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് വ്യത്യാസമൊക്കെ വരും. ഓക്കെ, നമ്മൾ എന്തുമാത്രം ക്ഷമയോടുകൂടി ചെയ്യുന്നോ അത്രയും നമ്മുടെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം വേസ്റ്റ് ബാൻഡ് തയ്ക്കാം. വേസ്റ്റ് ബാൻഡ് തയ്ക്കുന്നതിന് വേണ്ടി 1 ഇഞ്ചും 1 പോയിൻറ്റും കൂടി ചേർത്തിട്ട് ഞാനവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. വരച്ചു കൊടുക്കുന്നതിൽ ഗുണമെന്ന് വെച്ചാൽ അത് വളഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ കറക്റ്റ് അതേ ലെവലിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി സൂചിയൊക്കെ കുത്തി ക്ലോത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടാണ് തയ്ച്ചത്. അതിനുശേഷം നമുക്ക് നെറ്റ് ഫ്രില്ലിട്ട് എടുക്കുക. സൂചി നൂലും ഉപയോഗിച്ച് നമുക്ക് ഫ്രില്ലിട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം വേസ്റ്റ് ബാൻഡിലേക്ക് ആദ്യം നെറ്റ് പിടിപ്പിക്കുക. നെറ്റ് തയ്ച്ച് പിടിപ്പിക്കണം. പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും 1 ഇഞ്ചിലോട്ട് നമ്മൾ വീതി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് കയറ്റി തയ്ക്കരുത്. കറക്റ്റ് ആ ഒരു ലെവലിൽ വെച്ച് തന്നെ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, ഇതുപോലെ
ആ 1 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ താഴത്തേക്ക് തയ്ക്കുക. ഇനി നമുക്ക് ലൈനിങ് തയ്ക്കാം. ലൈനിങ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചില കുട്ടികൾക്ക് ഇത് ഇടുമ്പോൾ ചൊറിച്ചിലുണ്ടെന്ന് പറയും അല്ലേ, അവരിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം മുകളിൽ നെറ്റ്, നടുക്ക് വേസ്റ്റ് ബാൻഡ് വരണം, അതിൻ്റെ താഴെ ലൈനിങ് വരുന്ന രീതിയിൽ തയ്ക്കുക. അപ്പോൾ നമ്മൾ നോർമൽ വേസ്റ്റ് ബാൻഡ് അവിടെ എടുക്കുമ്പോഴേക്കും ഈ ലൈനിങ് ആ ഒരു സ്റ്റിച്ചിങ് ക്ലോത്തിനെ കവർ ചെയ്ത് നിന്നോളും. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ, അതായത് നെറ്റിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക പൊങ്ങി നിൽക്കത്തില്ല, നന്നായിട്ട് പതിച്ചടിച്ചെടുക്കുക. ഓക്കെ, ഇതുപോലെ അടിക്കുക. ഇനി നമുക്കതിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഫ്രില്ല് പിടിപ്പിക്കാനുണ്ട്. നമുക്കത് ഫ്രില്ല് നോർമൽ നമ്മൾ ഇത് പിടിപ്പിച്ച പോലെ തന്നെ ഫ്രില്ല് താഴത്തേക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നോർമലി തയ്ച്ചു കൊടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ പുറത്ത് വെച്ച് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇലാസ്റ്റിക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇലാസ്റ്റിക് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടറ്റത്തും പിടിച്ചൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ നല്ല ലെവലായിട്ടത് വന്നോളും. കണ്ടില്ലേ, ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഇലാസ്റ്റിക് കിട്ടും. ഇലാസ്റ്റിക് ചില ഉടുപ്പുകൾക്ക് നമുക്ക് ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇലാസ്റ്റിക് ഇങ്ങനെ തിരിഞ്ഞും വളഞ്ഞൊക്കെ ഇരിക്കുന്നത് കാണാം. പക്ഷേ ഇത് നമ്മൾ ടൈറ്റായിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് അളവിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നുണ്ടത് അങ്ങനെയൊന്നും വരത്തില്ല, കറക്റ്റായിട്ടിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഫ്രില്ല് പിടിപ്പിക്കുക. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മക്കൾക്കും തയ്ച്ചു കൊടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.